മനുഷ്യരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ പൂച്ചകളുടെ കാര്യം. അച്ഛൻ്റെ അടുത്ത് എന്ത് പാവമായിട്ടാണ് നിൽക്കുന്നത് നോക്കിക്കേ. ആ പാവം പോലെ ഇരിക്കുന്ന ആ പൂച്ചക്കുട്ടിയാണത് കേട്ടോ. ഇന്നലെ അമ്മയുടെ അടുത്തൊരാളുണ്ട്. ഇദ്ദേഹം ഒരു ഇച്ചിരി കുസൃതിയൊക്കെയാണ്. പക്ഷേ അവളുടെ അടുത്ത് പോയി അവൾ പിടിച്ചിട്ട് നക്കലാണല്ലോ എപ്പോഴും. അപ്പോൾ തിരിച്ച് അവളെ ഒന്ന് നക്കാൻ നോക്കിയപ്പോഴത്തേനും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിടിച്ച് അവിടെ കിടത്തിയിട്ട് നോക്കിക്കുക. ആ പൂച്ചക്കുട്ടി ഇത്തിരി തള്ളി മാറി പോകാനൊക്കെ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ആ കൈ വെച്ച് ഒറ്റ കൈ കൊണ്ട് അങ്ങനെ പിടിച്ചിട്ടേ ഉള്ളൂ, അതിന് പോകാനേ പറ്റിയില്ല. അതങ്ങനെ കുടുങ്ങി കിടക്കുന്ന പോലെ അവിടെ കിടക്കുക. ഇപ്പം കളിക്കാനെല്ലാം തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ അനക്കി വെച്ച് കൊടുത്താൽ നമ്മുടെ കയ്യിലിങ്ങനെ ഇങ്ങനെ തട്ടാനായിട്ടുള്ള ശ്രമമൊക്കെ ഉണ്ട് കേട്ടോ. കളിക്കാനൊക്കെ നല്ല തുടങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും കൂടെ നല്ല ഗുസ്തി പിടിക്കുകയൊക്കെ ചെയ്യും. ഈ അമ്മയും അച്ഛനും കൂടെ ഇങ്ങനെ അവിടെ ഇവിടെയും കിടക്കുമ്പോൾ ഒരു കുട്ടി അമ്മയുടെ അടുത്തും അതുപോലെ ഒരു കുട്ടി അച്ഛൻ്റെ അടുത്തുമാണ് കിടക്കാതെ. കിമ്മുകുട്ടന് സാധാരണ അങ്ങനെ ബേബി ക്യാറ്റിനോടൊന്നും അങ്ങനെ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല. പിന്നെ ഇച്ചും കൂടെ വലുതായാൽ അവന് ഇഷ്ടമായിരിക്കും. കാരണം കഴിഞ്ഞ വട്ടം അങ്ങനെയായിരുന്നു. ആ പൂച്ചക്കുട്ടി കുറച്ച് വലുതായി കഴിഞ്ഞപ്പം അവനതിനെ കളിപ്പിക്കാനും തട്ടാനും പിന്നെ എപ്പോഴും ആ പൂച്ചക്കുട്ടി അവൻ്റെ അടുത്ത് തന്നെയായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. അമ്മയെ കഴിഞ്ഞും കൂടുതലും അതിന് ഭയങ്കര കമ്പനി അച്ഛൻ്റെ അടുത്തായിരുന്നു. അതുപോലെ തന്നെ ആ പൂച്ചക്കുട്ടി ഇവിടെ നിന്ന് വേറൊരാൾ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴും അവന് ഭയങ്കര ഡിപ്രഷൻ പോലെയായിരുന്നു. അവന് വീട്ടിലൊക്കെ വന്നിട്ട് വീടിൻ്റെ എല്ലാ മൂലയിലും ഈ പൂച്ചക്കുഞ്ഞിനെ തപ്പി നടക്കുകയൊക്കെയായിരുന്നു. അത്രയും ഭയങ്കര ഒരു അടുപ്പമൊക്കെ അവർ തമ്മിലുണ്ടായിരുന്നു. ഇപ്രാവശ്യം എങ്ങനെയാണോ എന്നറിയത്തില്ല. പൊതു ഒരു കമ്പനിയായി വരുന്നതേ ഉള്ളൂ അച്ഛനും മക്കളും തമ്മിൽ.